ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എന്റെ നമസ്കാരം. ഞാൻ ഹിപ്നോട്ടിക് വെൽനസ് കോച്ച് അനു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹനുമാനും നമ്മളും തമ്മിൽ എന്ത് എന്ന വിഷയത്തെ കുറിച്ചാണ്. ശ്രീരാമ ഭക്തനായ ഹനുമാനെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടമാണ്, അല്ലെ? എന്നാൽ ഹനുമാനും മറ്റു കുരങ്ങുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മളെല്ലാം നമ്മുടെ മനസ്സിനെ മരഞ്ചാടി കുരങ്ങനോട് ഭൂമിക്കാറുണ്ട്, അല്ലെ? അത് വെറുതെ ഒന്നുമല്ല, സത്യമാണ്. മനസ്സ് ഒരു സെക്കൻഡ് കിട്ടിയാൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക്, അതിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കും. അതുതന്നെയാണ് സാധാരണ കുരങ്ങന്മാരുടെ അവസ്ഥ. വികാരങ്ങളെ വിവേകം കൊണ്ട് കീഴടക്കിയ നിശ്ചലമായ മനസ്സിന്റെ പ്രതീകമാണ് ഹനുമാൻ എന്നുള്ളതാണ് ഹനുമാനെ മറ്റു വാനരന്മാരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. മാത്രമല്ല, അചഞ്ചലമായ ആത്മസമർപ്പണത്തിന്റെയും വിശ്വാസത്തിന്റെയും നിറകുടമായ ഹനുമാൻ വിനയത്തിന്റെയും പരിമിതികളില്ലാത്ത ശക്തിയുടെയും ജ്ഞാനത്തിന്റെയും പ്രതീകം കൂടിയാണ്. ഹനുമാന്റെ ജീവിതത്തിലുടനീളം ഇത് നമുക്ക് പലപ്പോഴായി കാണാം. ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. സീതാന്വേഷണത്തിനായി 1000 യോജന വിസ്തൃതിയുള്ള കടൽ ചാടി കടക്കുന്നതിനിടയ്ക്ക് നിഴലിനെ പിടിച്ചു തിന്നുന്ന ഛായാരാക്ഷസി പ്രത്യക്ഷപ്പെട്ട് ഹനുമാന്റെ നിഴലിനെ പിടിച്ചു നിർത്തുന്നു. മുന്നോട്ട് പോകാനാവാതെ വന്നപ്പോൾ ഛായാരാക്ഷസിയോട് എന്തിനാണ് തന്റെ നിഴലിനെ ഇങ്ങനെ പിടിച്ചു നിർത്തിയതെന്ന് ഹനുമാൻ ചോദിക്കുന്നു. ഈ കടലിന്റെ മുകളിലൂടെ പോകുന്ന ഏതൊരു വസ്തുവിന്റെ നിഴലിനെ പിടിച്ചു നിർത്തി അതിനെ ആഹാരമാക്കുന്നതാണ് തന്റെ രീതി എന്ന് ഛായാരാക്ഷസി ഹനുമാനോട് പറയുന്നു. എന്നാൽ താൻ ശ്രീരാമ ദൗത്യത്തിനായി പോവുകയാണെന്നും തിരിച്ചു വരുന്ന വഴി ഭക്ഷണമായിക്കൊള്ളാമെന്നും ഹനുമാൻ ഛായാരാക്ഷസിയോട് അപേക്ഷിക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നും കൈക്കൊള്ളാതെ ഹനുമാനെ പിടിച്ചു തിന്നാനായി ഛായാരാക്ഷസി വന്നപ്പോൾ ഹനുമാനും ഛായാരാക്ഷസിയും തമ്മിൽ അതിഗംഭീരമായ യുദ്ധം തന്നെ നടക്കുന്നുണ്ട്. ഈ യുദ്ധത്തിൽ രണ്ടുപേരും പരാജയപ്പെടുന്നുമില്ല, വിജയിക്കുന്നുമില്ല. യുദ്ധത്തിൽ ആരും ജയിക്കുന്നുമില്ല, പരാജയപ്പെടുന്നുമില്ല എന്ന അവസ്ഥ വന്നപ്പോൾ ഹനുമാൻ ഛായാരാക്ഷസിയുടെ വായേക്കാൾ 10 ഇരട്ടി തന്റെ ശരീരം വലുതാക്കുന്നു. അതിനേക്കാൾ 100 ഇരട്ടി വലുപ്പത്തിൽ ഛായാരാക്ഷസി തന്റെ വായ വലുതാക്കുന്നു. ഈ സമയം ചെറുവിരലിനോളം ചെറുതായ ഹനുമാൻ അവളുടെ വായയിലൂടെ കടന്ന് ചെവിയിലൂടെ പുറത്തു വരുന്നു. അവളുടെ ശരീരത്തിൽ കയറി ശരീരത്തിൽ നിന്ന് പുറത്തു വന്നതുകൊണ്ട് തന്നെ അവളുടെ പുത്രനായി കണക്കാക്കണമെന്നും തന്നെ തന്റെ ദൗത്യത്തിനായി വിട്ടയക്കണമെന്നും ഹനുമാൻ കേണപേക്ഷിക്കുന്നു. ഹനുമാന്റെ ബുദ്ധിശക്തിയിലും വിനയത്തിലും സംപ്രീതയായ ഛായാരാക്ഷസി താൻ നാഗമാതാവായ സുരസയാണെന്നും ദേവന്മാരുടെ അഭ്യർത്ഥന പ്രകാരം ഹനുമാനെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഈ രൂപം ധരിച്ച് ഇവിടെ വന്നതെന്നും പറഞ്ഞ് ഹനുമാന് എല്ലാ മംഗളങ്ങളും നേർന്ന് വിട്ടയക്കുന്നു. വീണ്ടും മുന്നോട്ട് കൊതിക്കുമ്പോൾ ഹനുമാന്റെ വഴി തടഞ്ഞുകൊണ്ട് മൈനാകം എന്ന പർവ്വതം വരികയും താൻ ഹനുമാന്റെ അച്ഛന്റെ സുഹൃത്താണെന്നും യുദ്ധം കഴിഞ്ഞ് ക്ഷീണിതനായ ഹനുമാൻ വിശ്രമിച്ച് ഭക്ഷണവും വെള്ളവും കഴിച്ചു മാത്രം യാത്ര തുടർന്നാൽ മതിയെന്ന് നിർദ്ദേശിക്കുന്നു. എന്നാൽ തന്റെ ദൗത്യം നിറവേറാതെ താൻ വിശ്രമിക്കില്ലെന്ന് പറഞ്ഞ് സ്നേഹപൂർവ്വം മൈനാകത്തെ ഹനുമാൻ തിരിച്ചയക്കുന്നു. ലങ്കയിൽ ചെന്നും ഒരുപാട് മാർഗ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും നേരിട്ട ഹനുമാൻ അവയെല്ലാം തന്നെ തന്റെ ബുദ്ധിശക്തി കൊണ്ടും ശരീരബലം കൊണ്ടും നേരിട്ട് ഒടുവിൽ സീതാദേവിയെ കണ്ടുപിടിക്കുന്നു. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങളിലും ആഗ്രഹങ്ങളിലും തടസ്സം നിൽക്കാനും പ്രകോപിപ്പിക്കാനും പ്രലോഭിപ്പിക്കാനും ഒരുപാട് പേർ വരും. എന്നാൽ അതിനെയെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ഊർജം ചിരഞ്ജീവിയായ ഹനുമാൻ നമുക്ക് പ്രദാനം ചെയ്യട്ടെ. വീണ്ടും ഒരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതിലേക്കും ബൈ.